ദൂരെ കേട്ടോ. ഇവിടെ ആയുർവേദ മരുന്ന് ചെടികളും കുറച്ച് സ്പൈസസിൻ്റെ ചെടികളാണുള്ളത്. ഇവിടെ കുറച്ച് മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് അമ്പൂല ആയുർവേദശാലയും 2-3 ഫാർമസ്യൂട്ടിക്കലിൻ്റെ മരുന്ന് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ജാതിക്ക ഉണ്ട് നാട്ടിൽ നമുക്ക്. ജാതിക്ക NDPD പ്ലാന്റ് എന്ന് പറയും. പഴുതാരക്കൊല്ലി എന്ന് പറഞ്ഞൊരു മരുന്നാണ്. ഇത് എങ്ങനെ ചെയ്താലാണത്? ഇത് വിഷഹാരിയാണ് ശരിക്കും. ഈ പഴുതാര കടിച്ചാൽ അങ്ങനെയുള്ള ഇൻസെക്ട്സുകൾ കടിക്കുമ്പോൾ അത് വിഷം എടുക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നു. പഴുതാരക്കൊല്ലി തന്നെയാണ് ഇതിൻ്റെ. അപ്പോൾ ചില പൂവിൽ നമ്മൾ പോളിനേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഇതിൽ ബീൻസ് ഉണ്ടാകും. ബീൻസ് നല്ല ഉരുണ്ടിട്ട് പച്ച കളറിൽ ഇതുണ്ടാകും. ഈ പടത്തിലുണ്ടാകും. ബീൻസ് ഉണങ്ങണം. ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പേസ്റ്റ് പോലെ ഒരു കറുത്ത തിങ് ഉണ്ടാകും. അതിൻ്റെ എസെൻസ് അതെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് കൊക്കോ. ഇത് പാരസൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് ബേർഡ് ഓഫ് പാരഡൈസ് ഹെലിക്കോണിയ എന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പുറത്തെ ചെടിയാണ് ഹെലിക്കോണിയ. ഇതിന്റെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഈ പൂ വയ്ക്കുന്നതിന് പറയുന്നതാണ് ബേർഡ് ഓഫ് പാരഡൈസ്. കുറേ ദിവസം നിൽക്കും. ഇതിൻ്റെ അകത്ത് സീഡുണ്ട്. ബ്ലാക്ക് കളർ സീഡും ഉണ്ട്. ബേർഡ് ഓഫ് പാരഡൈസ് അതല്ല, അത് തഴയല്ലേ, അത് വേറെയാണ്. അതല്ല, ഇത് ക്യാക്ടസാ ശരിക്കും. വൈൽഡാണ്. ഇത് നടുക്ക് പൂവൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ബ്രഹ്മിയാണ്. 4 മണിപ്പൂ അല്ല, വേറെ മൾട്ടി യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിറ്റമൃഗ അല്ലാത്ത 2-3 മരുന്നിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് മുറിക്കൂടി. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മുറിക്കൂടി ഇത് ശരിക്കും പറഞ്ഞാൽ സഞ്ജീവിനി എന്ന് പറഞ്ഞ ചെടിയുടെ ഒരു ഫാമിലിയാണ്. ഇത് അയ്യപ്പന എന്ന് പറയും. ഇതാണ് മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്നത്. പക്ഷേ ഇത് ശരിക്കും സഞ്ജീവിനി അല്ല. ഇത് രണ്ടും ചേർന്ന് നല്ലൊരു വൂണ്ട് ഹീലറാണ്. പിന്നെ ഇത് ഇൻടേക്ക് ആണ്. അത് എക്സ്റ്റേണൽ ആണ്. പ്രഷർ ഫിഷിൽ അങ്ങനെയുള്ള മരുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ അയ്യപ്പന എന്ന് പറഞ്ഞ ചെടി ഇത് ശരിയെ കുറയ്ക്കും. അതുപോലെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നു. വേര് മെറ്റബോളിസം കൂട്ടും. നമ്മുടെ ശരീരത്തിലെ അൺവാണ്ടഡ് ഫാറ്റിനെ ബേൺ ചെയ്യാൻ സഹായം. 3 മരുന്നിൽ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഇത് കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞ പൂവാട്ടോ ചെടി. ഇതിപ്പോൾ പൂവില്ല. 3 ദിവസമേ കല്യാണ സൗഗന്ധികം നിൽക്കത്തുള്ളൂ. വെള്ള കളറാണ്, നല്ല മണമാണ്. അത് സൗർ സോപ്പ് മുള്ളാത്ത, അത് അറിയാമല്ലോ, ക്യാൻസർ പ്രിവെൻഷനും ഉപയോഗിക്കുന്നു. പിന്നെ അവിടെ ഏലക്കായുണ്ട്, ഗ്രാമ്പുണ്ട്. ബ്രാഞ്ചിലെ ചെറിയ ശിഖരങ്ങളുടെ എന്തില് കൊലയായിട്ട് പൂ പോലെ ഉണ്ടാകുന്നു. പക്ഷെ ശരിക്കും ചെടിയുടെ ബഡാണ് ഗ്രാമ്പു. ഇതൊരെണ്ണം നമുക്ക് താഴെ കിടന്നിട്ട് ഇത് ഇച്ചിരി കൂടെ വിളയാനുണ്ട് എന്ന് പറയുന്നത്. മണത്ത് നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു ഭയങ്കര ഫ്ലേവർ സ്പൈസസ് ആണത്. ഇനി എണ്ണയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് എണ്ണ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമല്ലോ. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് കറുത്ത കളറിൽ നമുക്ക് മാർക്കറ്റിൽ ശരിക്കുള്ള എൻ്റെ ഉണങ്ങിയ കളർ ബ്രൗൺ ആണ്. എണ്ണ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കറുപ്പാകുന്നു. ആ എടുത്ത എണ്ണയാണ് ഹെർബൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. അത് പല്ലിന് വളരെ നല്ല ഗം പ്രൊട്ടക്ഷൻ, ക്യാവിറ്റി പ്രിവെൻഷൻ അങ്ങനെയുള്ളതിന് ഉപയോഗിക്കും. ഡെന്റിസ്റ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണല്ലോ. പിന്നെ നമ്മളത് പല്ലുവാരിക്കൊക്കെ വെക്കത്തില്ല. വേദന കുറയുന്നതല്ല, അതൊരു നംഫീലാണ് കൊടുക്കുന്നത്. ലൈക്ക് സൈലോക്കൈൻ്റെ ഒരു ശരിക്കുള്ള ഒരു പവറാണ് അതിന്. അപ്പോൾ അവിടെ ഒരു മരവിപ്പ് തോന്നുന്നത് കൊണ്ട് വേദന കുറയും. അതാണ് ശരിക്കുള്ള പർപ്പസ്. നമ്മൾ അതുപോലെ നമുക്ക് ഇതെല്ലാം പ്രൊട്ടക്ഷൻ ചെയ്യും. നമുക്ക് മോണരോഗങ്ങൾ തടയാനൊക്കെ സഹായിക്കുന്നുണ്ട്. പേസ്റ്റിൽ ഉപയോഗിക്കും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിന്റെ ഓയിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് ബ്രഷിൽ വെച്ചിട്ട് പേസ്റ്റ് വെച്ച് നമുക്ക് ആഴ്ചയിലൊരിക്കൽ പല്ല് വെച്ച് ഇതെല്ലാം നമുക്കും കിട്ടും. സ്റ്റെയിൻ എല്ലാം കളയും. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഈ ഇലയും ഇതിന്റെ പല സൈസുണ്ട്. പിന്നെ നമ്മൾ സാധാരണ മരുന്നിലൊക്കെ ഉപയോഗിക്കും. ചുമക്കെല്ലാം ഉപയോഗിക്കും. ഈ ഇല നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് തേനിൽ കലർത്തി കഴിക്കാം. ഇലയാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര കയ്പ അതിന്. ആട് പോലും കടിക്കില്ലെന്നാ പറഞ്ഞത്. അത്രയ്ക്ക് നേരിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. പിന്നെ ചുമക്കൊക്കെ സാധാരണ നമ്മൾ കപ്പ് സിറപ്പൊക്കെ വീട്ടിലുണ്ടാക്കുന്നില്ലേ, ചില ബിറ്റർ കപ്പ് സിറപ്പ് നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ അകത്തൊക്കെ ആടലോടകം ചേർന്നിട്ടുണ്ട്. 25-30 വർഷം കഴിയുമ്പോൾ വെട്ടം എത്ര വലുതാവുന്നു അത്രയും നല്ലത്. ഇതിന്റെ മരത്തിന് ചുവന്ന കളറ്, പക്ഷെ മണമില്ല. കോസ്മെറ്റിക്സിൽ ഒരുപാട് ഉപയോഗിക്കും. ഇവിടെ നിന്നൊക്കെ എക്സ്പോർട്ടിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ റൂട്ടിനകത്തുള്ള മെലനിൻ കുറയുമ്പോൾ നമുക്ക് നരയുണ്ടാവും. അപ്പൊ അതിനെ റീജനറേറ്റ് ചെയ്യുന്നു. വരുന്ന മുടി കറുപ്പായിരിക്കും. ഇപ്പൊ മുടി ഇരിക്കുന്ന മുടി അങ്ങനെ ഇരിക്കത്തുള്ളൂ. പുതിയതുണ്ടാകുന്നതേ കറുപ്പാവുള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് കളർ മാറുന്നില്ല. അതിന് നമ്മൾ ഹെന്നയുടെ കൂടെ അടിച്ചു കൊടുക്കുക. ഹെന്ന ഒരു ദിവസം തേച്ചിട്ട് 3 ദിവസം ഇൻഡിഗോ പൗഡർ അടിച്ചു കൊടുക്കുമ്പോൾ കളർ കിട്ടും കറുപ്പ്. അത് ഒരു 10-20 ദിവസം നിൽക്കും. അത്രയേ ഉള്ളൂ. ഇത് ഞാൻ അപ്പുറം പറഞ്ഞായിരുന്നു ഡെസ്മോഡിയം. ഇത് ക്യാറ്റ് ബുസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻഡിഗോ എന്ന് പറഞ്ഞ ബ്ലൂ കളർ ഉണ്ടാക്കുന്നത് ജീൻസിനൊക്കെ ഉപയോഗിക്കുന്നത്. ജീൻസിലൊക്കെ ഇൻഡിഗോ ജീൻസ് പറയില്ല, അതൊക്കെ അതിൽ നിന്നുണ്ടാക്കും. അതിന്റെ കായ് നമുക്ക് ബ്രെയിൻ ടോണിക്കിൽ എല്ലാം ഇതിൻ്റെ ബീൻസ് ഉപയോഗിക്കാം, പൂ ഉപയോഗിക്കാം, വേര് ഉപയോഗിക്കാം. മൊത്തം ചെടി വരും. ഇതാണ് രാമച്ചം. രാമച്ചത്തിന്റെ വേര് അരോമയാണ്. കൂളിംഗ്നെസ് തരും. കുടിക്കുന്ന വെള്ളം പോലെ കുളിക്കുന്ന വെള്ളത്തിൽ വരെ ഉപയോഗിക്കും. വളരെ ബെനിഫിറ്റ് ആണ്. നമ്മൾ പറയും ആയുർവേദത്തിന് ഭയങ്കര പഥ്യമാണ്. ഈ പഥ്യങ്ങളെല്ലാം പറയുന്നത് രോഗത്തിന്റെ പഥ്യങ്ങളാണ്. ഇത് മാത്രമാണ് മരുന്ന് പഥ്യം എന്ന് പറയുന്നത് രോഗത്തിനാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കുറച്ചുണ്ടല്ലോ ശരീരത്തിൽ. സോറിയാസിസ്, ആർത്രൈറ്റിസ്, അതങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്
ഡയറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഏതാണോ നമ്മുടെ ശരീരത്തിന് ഇൻഫ്ലമേറ്ററി ആക്കുന്നത്, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ശരീരത്തിന് പൊരുത്തമല്ലാത്ത ഫുഡിനെ തള്ളി വെക്കുക, അത്രയേ ഉള്ളൂ. അതുപോലെ വിരുദ്ധ ഭക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. അതാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. വിരുദ്ധ ഭക്ഷണങ്ങൾ ചെറിയൊരു കണ്ട് നമ്മൾ സാധാരണ വിരുദ്ധ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ തൈരിന്റെ കൂടെ മീൻ കഴിക്കുക, മീനിന്റെ കൂടെ തൈര് കഴിക്കുന്ന വിരുദ്ധ ഭക്ഷണം. ചൂടുവെള്ളത്തിലേക്ക് പച്ചവെള്ളം മിക്സ് ചെയ്യുന്നത് വിരുദ്ധമാണ്. എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിന്റെ അകത്ത് അതാണ് ഏറ്റവും നല്ലത്. ഡെഡ് വാട്ടറും ലൈവ് വാട്ടറും പോലെയാണ് തിളപ്പിച്ച അങ്ങനെയാണ് കഴിക്കുന്നത്. എപ്പോഴും ശരീരത്തിന്റെ വാംനെസ്, ബ്ലഡ് സർക്കുലേഷൻ, മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ലൂക്ക് വാം വാട്ടറാണ്. അതുകൊണ്ടാണ് എപ്പോഴും ചൂടുവെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു 100 ഗ്രാംസോളം മീറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചോ, അന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്ര സമയം എടുക്കും. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 12 hours 24 hours ഇത്രയും സമയം എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഡൈജസ്റ്റീവിൻ്റെ എൻസൈംസിനെ, നമ്മുടെ ആരോഗ്യത്തെ പറ്റി. അപ്പോൾ നമ്മൾ ബീഫെല്ലാം കഴിച്ചിട്ട് ഉടനടി വെള്ളം കുടിക്കുന്നവരല്ല, നമ്മൾ ലൂക്ക് വാം വാട്ടർ ഒരു 3 ഗ്ലാസ് അറ്റ്ലീസ്റ്റ് കുടിക്കുക, ഡൈജഷൻ പ്രോപ്പർ ആകാൻ. അതുപോലെ എൻ്റെ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മുടെ കുടലിൽ അടിഞ്ഞു കൂടാതിരിക്കാൻ സഹായിക്കും. ചൂടുവെള്ളം കുടിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന അങ്ങനെയുള്ള ജോയിന്റ് പെയിൻ എന്നുള്ളതാണ് ചില മരുന്നുകൾ നമ്മൾ ഈ ചെടിയൊക്കെ എടുക്കുമ്പോൾ മൊത്തമായിട്ടാണ് എടുക്കേണ്ടത്. അത് സാധാരണ ഓർഗാനിക് ഫാമിലി ഫാമിലിയിലൊരു ചെടിയാണ് തൈറോയിഡിന്റെ. നമ്മൾ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് ഒരുപാട് മുടി നന്നായി തിക്കായിട്ട് വളരാൻ വേണ്ടി സഹായിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇതുണ്ട്, ഇതാണ് പെപ്റ്റിലാണ് അവരുടെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ. ഇവിടെ നമ്മളൊരു 12 വയസ്സ് മുതൽ നമുക്ക് പെൺകുട്ടികൾക്ക് പീരീഡ് വന്നാലും വന്നില്ലെങ്കിലും ശതാവരി സാധാരണയായിട്ട് കൊടുക്കാം. അതായത് വെച്ചാൽ യൂട്രസ് നന്നായിട്ട് ഫോം ആയി കിട്ടും, ക്ലീൻ ആയി കിട്ടും, ഹോർമോൺ വേരിയേഷൻ വരാതെ നമുക്കത് തടുത്ത് കിട്ടും. പിന്നെ ഒരു ചെറിയ തണ്ട്, അതാ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ചെടി എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ്, ഒരു ബുഷി പോലെ. അതിന്റെ തൊലി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലാറ്റക്സ് വരുന്നു, അതിനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വരുന്ന ഹിങ്ക്. അതിന് ഫ്ലേവർ കുറവാണ്. പക്ഷേ അഫ്ഗാന്, കസാക്കിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഹിങ്ക് കായമാണ് കൂടുതൽ നമുക്ക് ഫ്ലേവർ തരുന്നത്. അതിന്റെ പടമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് ചെടി എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, കൂടിപ്പോയ ഒരു 4-5 feet അതിന്റെ ഹൈറ്റ് ഉള്ളൂ. അതിനെ നമ്മൾ ഈ തണ്ട് അങ്ങ് ഒടിച്ചെടുക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു വെള്ള കളറിൽ ഇങ്ങനെ ഒരു കുറേ രുദ്രാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗ്രി ആയി എന്നാണ്. കണ്ടോ, ആംഗ്രി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തോടെയുള്ള കണ്ണ്, രുദ്രാക്ഷം. ആ കണ്ണിന്റെ ചിത്രം കണ്ടോ, തേടായി. ഇനി 1 മുഖം മുതൽ 12 മുഖം വരെയാണ് രുദ്രാക്ഷം എന്ന് പറഞ്ഞത്. അതായത് ഒരു കായല ഉണ്ടാകുന്നത് സാധാരണ പോലെ ചെറിയ ചെറിയ കായ. ഇത് ശരിക്കും ഉണ്ടാകുന്നതിന്റെ ഫാക്ട് എന്താണെന്നറിയാമോ? ഈ ബ്രാഞ്ച് അങ്ങ് കൊഴിഞ്ഞു പോകും. ഇതിന് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഇല്ല. ഈ 4 സൈഡിലേക്കുള്ള